ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ലിപ്പ് നോട്ടാണ് ചെയ്തത്. അപ്പോൾ സ്ലിപ്പ് നോട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ രീതിയിലും, പിന്നെ നമ്മൾ സാധാ ഒരു കെട്ടുന്ന പോലെ ഇട്ടിട്ട് നമ്മൾ ഹുക്ക് വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്ലിപ്പ് നോട്ട് ഇടാം. പിന്നെ അതാണ് ഒരു ഈസി മെത്തേഡ്. സ്ലിപ്പ് നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ചാണ് ക്രോഷയിലെ ഫൗണ്ടേഷൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ചെയ്താലേ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. യാണ് ഹുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതിനാണ് യാൺ ഓവർ എന്ന് പറയുക. എന്നിട്ട് ഹുക്കിൻ്റെ ഡയറക്ഷൻ ഡൗൺ പൊസിഷനാക്കി ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. വീണ്ടും ഹുക്ക് മുകളിലേക്ക്. ഇത് യാൺ ഓവർ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ റെഡിയായി. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിന് 3 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യണം. 3 ചെയിൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 4ാമത്തെ സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഒരു തവണ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 4ാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും യാൺ ഓവർ ചെയ്യുക. യാണിനെ വലിച്ചെടുക്കുക. നമ്മുടെ ഹുക്ക് നമ്മുടെ ഹുക്കിനകത്ത് 3 ലൂപ്പാണ്. ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ബാക്കിയുണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ വലിച്ചെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇതിങ്ങനെ എത്ര ചെയിൻ സ്റ്റിച്ച് ഉണ്ടോ അതിൽ ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ചെയിൻ സ്റ്റിച്ചാണ് നമ്മളെ വർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറക്കാനൊക്കെ. ലെങ്ത്ത് കൂടണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് കൂട്ടുക, കുറക്കണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് കുറക്കുക. അങ്ങനെ ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള എല്ലാ ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട